പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 39-40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത് ഇപ്പം എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത് അവിടെ നിന്റെ തിരുമുറിവാകുന്ന വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ്, ജോലി നഷ്ടപ്പെട്ടു പോരുന്നവരെ, ഉപേക്ഷിച്ചു പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനാ ഈ നിമിഷം ആശീർവദിക്കുന്ന പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മക്കൾ കയ്യിലെടുക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിന്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കും. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻസ്, ബന്ധം, അത് അതിൻ്റെ ഒരു പ്രക്രിയ ഇൻറ്റൻസിഫൈങ് ആയിട്ടുള്ള പ്രക്രിയയാണ്. എന്ന് വെച്ചാൽ അത് തീവ്രത ിലേക്കാണ് അത് പോകേണ്ടത്. സ്വാഭാവികമായ ചലനം, അല്ലെങ്കിൽ എന്തോ അസ്വാഭാവികത ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. കാര്യം വിശ്വാസത്തിന് സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ഥിരം നിശ്ചലാവസ്ഥ അങ്ങനെ ഇല്ല. ഇതിനെ സഭാപിതാക്കന്മാരും ഒക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് സുഭാഷിതങ്ങളാണ്. സുഭാഷിതങ്ങൾ 4:18. സൂര്യൻ മധ്യാഹ്നത്തിൽ, അതായത് പ്രഭാതത്തിൽ നിന്ന് എങ്ങനെയാണോ മധ്യാഹ്നത്തിൻ്റെ ഫുൾ സ്വിങ്ങില പൂർണ്ണ വെളിച്ചത്തിലേക്ക് പോകുന്നത്, അതുപോലെയാണ് മനുഷ്യന്മാരുടെ വിശ്വാസ ജീവിതം പ്രതീകാത്മകമായി ബൈബിൾ അവതരിപ്പിക്കുന്നത്. സുഭാഷിതങ്ങൾ 4:18. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ. അപ്പൊ നീതിമാന്മാരുടെ പാത എന്ന് പറയുമ്പോ നീതിമാന്മാർ ജീവിക്കണേ എങ്ങനെയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. എങ്ങനെയാണത്? എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. റോമ 1:17 തിരുവചനമുണ്ട്. റോമ 1:17 നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പൊ നീതിമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസം വഴി ജീവിക്കുന്ന ആള്, വിശ്വാസത്തെ കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ഈ വിശ്വാസം വഴി ജീവിക്കുന്ന ആളാണ് നീതിമാനെങ്കിൽ നീതിമാന്റെ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് സുഭാഷിതം 4:18. എന്നാൽ നീതിമാന്മാരുടെ പാത, അതായത് വിശ്വാസം വഴി ജീവിക്കുന്നവരുടെ പാത പൂർവാന്നത്തിലെ, അതായത് മോർണിംഗ് ടൈം വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദുഷ്ടരുടെ മാർഗം പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം മധ്യാഹ്നത്തിന്റെ പൂർണ്ണതയിലേക്കാണ് അത് പോണത്. അപ്പൊ വിശ്വാസത്തിന്റെ സ്വാഭാവികമായ വളർച്ച എന്ന് പറയുന്നത് ഈ പ്രഭാതത്തിൽ നിന്ന് മധ്യാഹ്നത്തിലേക്ക് സൂര്യൻ എങ്ങനെയാണ് വെളിച്ചം കൂടുന്നത് അതുപോലെ കൂടിക്കൊണ്ടേ വരേണ്ടതാണ്. ഇൻ കേസ് അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വിശ്വാസത്തിന് വളർച്ച സംഭവിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് വരണത് വിശ്വാസത്തിന് തളർച്ചയാണ് സംഭവിക്കുന്നത്. വിശ്വാസം വിശ്വാസം തളരുമ്പോൾ പിന്നെ വിശ്വാസം എങ്ങനെയാണ് നമ്മൾ വളർത്തിയെടുക്കാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോമർ 1:16 വായിച്ചേ. സുവിശേഷത്തെ കുറിച്ച്
ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിന്റെ കാരണം, വിശ്വാസം ദൈവശക്തിയാകുന്നതിന്റെ കാരണം, വിശ്വാസം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വചനത്തിൻ്റെ മിനറൽസ്, വൈറ്റാമിൻസ് ഒക്കെ കഴിച്ചാണ് വിശ്വാസ മനുഷ്യൻ വളരണത്. റോമ 10:17 വായിച്ചേ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ വിശ്വാസത്തിലൂടെ തളർച്ച വന്നാൽ, സുഭാഷിതം പറയുന്ന പോലെ പ്രഭാതത്തിൽ നിന്ന് മധ്യാഹ്നത്തിലേക്ക് അഭിവൃദ്ധിപ്പെടുന്ന സൂര്യ തേജസ് പോലെ വിശ്വാസത്തിന് വളർച്ചയില്ലെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള നടപടിക്രമം എന്ന് പറയുന്നത്, വിശ്വാസം എങ്ങനെയാണോ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണത്, അത് വിശ്വാസം ഉണ്ടായ അതേ മെത്തേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസം ഉണ്ടായ മെത്തേഡ് എന്താണ്? കേൾവിയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടായത്. പിന്നെ എന്താണ്? ചുമ്മാ കേൾവിയല്ല. റോമ 10:17 പറയണത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളാണ്. അല്ല വേറെ വല്ല ഇതും കേട്ടാൽ വിശ്വാസം ഉണ്ടാകത്തില്ല. വേറെ വല്ലതും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിയാലും ആ വിശ്വാസത്തിനൊരു കുഴപ്പം രക്ഷാകരമാകത്തില്ല. ഇപ്പം നിങ്ങൾ അമേരിക്ക അവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ അമേരിക്ക കണ്ടിട്ടില്ല, പക്ഷെ അമേരിക്ക അവിടെ ഉണ്ടല്ലോ, അപ്പം നമുക്ക് വിശ്വസിക്കണ്ടേ? അതുപോലെയൊക്കെ ഉള്ള ചെപ്പടി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാലൊന്നും രക്ഷാകരമായ വിശ്വാസം ഉണ്ടാകത്തില്ല. കാരണം സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബൗദ്ധികമായ കേവല വിശ്വാസമല്ല. ഇപ്പം അമ്മ പറഞ്ഞു ഇയാളാണ് എൻ്റെ അച്ഛൻ, ഇന്ന ആളാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെയുള്ള മാനുഷികമായ ആശയവാദങ്ങളല്ല സംഭവം. സുവിശേഷത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഏകരക്ഷകൻ എന്നുള്ള വിശ്വാസമാണ്. അവൻ നമ്മുടെ പാപത്തിന് പരിഹാരമായി പിതാവ് അയച്ച ബലിവസ്തുവാണ്. അവൻ്റെ ബലിയിൽ പ്രസാദിച്ച പിതാവ് നമുക്ക് രക്ഷ പുനരുജ്ജീവിപ്പിക്കപ്പെട്ടു, നഷ്ടപ്പെട്ട രക്ഷ തിരികെ നൽകി. അതാണ് ദൈവവരപ്രസാദം. അപ്പൊ ഈ വിശ്വാസം നമുക്ക് നൽകണ എന്താണ്? രക്ഷാകരമായ വിശ്വാസം എന്ന് പറയുന്നത് രക്ഷാകരമായ വിശ്വാസമാണ്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. പള്ളികളിലെ വിശ്വാസം എന്ന് പറയുന്നത് ലീപ്പ് ഇൻ ടു ഡാർക്ക്നെസ് ആണ്, ഇരുട്ടിലേക്ക് എടുത്തു ചാട്ടമാണ്. എബ്രാഹമാണ് വിശ്വാസത്തിൻ്റെ പിതാവെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പുതിയ നിയമത്തിൽ ശരിക്കും പറഞ്ഞാൽ എബ്രാഹം അല്ല വിശ്വാസത്തിൻ്റെ പിതാവ്. പുതിയ നിയമത്തിലെ വിശ്വാസം എന്താണ്? എബ്രാഹിം വിശ്വസിച്ചത് എന്ത്, പുതിയ നിയമത്തിലെ വിശ്വാസം എന്ത്? ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. പുതിയ നിയമത്തിലെ വിശ്വാസം മുഴുവൻ രക്ഷാകര വിശ്വാസം എന്ന് പറയും, റിഡംപ്റ്റീവ് ഫെയ്ത്ത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അതാണ് പൗള് കൃത്യമായിട്ട് പറയുന്നുണ്ടത്. എന്താണ്? വിശ്വാസം കേൾവിയെന്നും കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ വചനം വായിച്ചും വചനം നടപ്പിൽ വരുത്തിയും വിശ്വാസ ജീവിതം റിപ്പയർ ചെയ്യാമെങ്കിലും അത് യേശു കേന്ദ്രീകൃതമായ മാത്രമേ രക്ഷാകരമായി വരത്തുള്ളൂ. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് സുനിശ്ചിതവും വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആശയങ്ങളിലൂടെ വേണം നമ്മൾ ആത്മീയ ജീവിതം. തൂയം പള്ളി കൈകെട്ടി ഈശോടെ കൊല്ലത്തുള്ളവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അവിടെ ഞാൻ പ്രാർത്ഥനയിൽ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു സഹോദരി കൃപാസനത്തിലെ ഒരു പത്രം എനിക്ക് തന്നു, സാക്ഷ്യം. അപ്പോൾ അത് ഞാൻ മേടിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്ര ഇതില്ലായിരുന്നു. വീട്ടിൽ വന്ന് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈഫിനോട് പറഞ്ഞ് കൃപാസനത്തിൽ നിന്ന് പോയി ആദ്യം ഒന്ന് പ്രാർത്ഥനയൊന്ന് കൂടാമെന്ന്. അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ 2-3 പ്രാവശ്യം വരുമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കാരണം വേറൊന്നുമല്ല. ഞാൻ 2020 ഫെബ്രുവരി മാസത്തിലാണ് ആസാം സ്റ്റേറ്റ് പോലീസിലെ മോസ്റ്റ് സൂപ്പർ പോലീസ് ഓഫീസറായിട്ട് ഞാൻ റിട്ടയർ ആകുന്നത്. 60 വയസ്സാണ് അവിടെ ജോലിയുടെ സമയം.
60 വയസ്സ് കഴിഞ്ഞ് ഞാൻ റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് 2020, 2021, 2022 എൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങളോ മറ്റുള്ള ഒന്നും എനിക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടി കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഞാൻ എൻ്റെ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലെ ഓരോ ഓഫീസർമാരെ കോണ്ടാക്ട് ചെയ്യുമ്പം എല്ലാം ശരിയാകും. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ജോലി കഴിഞ്ഞ് അവൻ വിശ്രമിക്കുന്ന സമയമാണ് ആ പെൻഷൻ. ആ സമയത്ത് കിട്ടേണ്ട ആനുകൂല്യങ്ങളും പെൻഷൻ സുഖം ഒന്നും കിട്ടിയില്ലെങ്കിൽ ആകെ തകർന്നു പോകുന്ന ഒരു മാനസികമായ ഒരു പ്രശ്നത്തിലായിരുന്നു ഞാൻ. അപ്പോൾ മറ്റുള്ള എൻ്റെ കുടുംബത്തിലെ ആൾക്കാർ പറയും, ഇവൻ ജോലി ചെയ്ത് അവനൊന്നും ഇല്ല, അവന് പെൻഷനൊന്നും കിട്ടത്തില്ല. കാരണം നമ്മുടെ ആൾക്കാരറിയാവില്ല, കളിയാക്കുന്ന നമ്പർ 1 കളിയാക്കുന്നതിന്. ചിരിക്കുമ്പോൾ 1000 പേര് കാണും, പക്ഷേ കരയുമ്പോൾ ആരും കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നും എൻ്റെ ഭാര്യയും മോളും അല്ലാതെ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ അന്നേരം ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോടും എൻ്റെ അപ്പനോടും, മാതാവ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന എൻ്റെ പെറ്റമ്മയാണ്. അപ്പൻ എന്ന് പറഞ്ഞത് ഈ കാണുന്ന അപ്പൻ, യേശു എന്ന് പറയും. ഞാൻ അപ്പച്ചാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു വിശ്വാസത്തിൽ എൻ്റെ കാര്യങ്ങൾ നടക്കും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഓരോ മാസത്തിലും എൻ്റെ എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച, ഈ ഉടമ്പടി അന്ന് തൊട്ട് ഈ ടിൽ ഡേറ്റ് ഇത് ഇന്ന് വരെ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കറക്റ്റ് 4 മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി 7:45 ഞാൻ ഇവിടെ വരും. 3 മണിവരെ ഞാനിവിടെ പ്രെയർ ചെയ്ത് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ തിരിച്ച് കൊല്ലത്തേക്ക് പോകും എല്ലാ ചൊവ്വാഴ്ചയും. ചില ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുകൾ കാണും, അന്ന് ഞാൻ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അമ്മയോട് ചോദിച്ചു, എൻ്റെ പെൻഷൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ ആസാമിൽ പോകട്ടെ. ആസാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് അറിയാവുന്ന അറിയത്തില്ല, 7 സ്റ്റേറ്റ് കഴിഞ്ഞാണ് ആസാം. തീവ്രവാദികളുടെ സ്ഥലമായിരുന്നു ആസാം. ആസാം ഇന്ന് ഗോഡ്സ് ഓൺ കൺട്രി ആയി. കാരണം അവിടെ മലയാളി ഓഫീസർമാർ, മലയാളി IASകാർ, മറ്റുള്ള എല്ലാവരും ചേർന്ന് തീവ്രവാദം മൊത്തം നശിപ്പിച്ചവിടെ. ഇപ്പോൾ തീവ്രവാദം ഉള്ളത് ഈ കേരളത്തിലാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള പേര് ഞാൻ ഇട്ടിരിക്കുകയാണ് എൻ്റെ ആസാമിന്. കാരണം ആ മണ്ണിൽ നിന്നാണ് എൻ്റെ കുടുംബത്തിന് കിട്ടിയ ആനുകൂല്യങ്ങൾ കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് അമ്മയുടെ അനുവാദം ചോദിച്ച് ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ AG ഓഫീസ്, അക്കൗണ്ടൻറ്റ് ജനറൽ പ്രിൻസിപ്പൽ ഓഫീസിൽ ചെന്ന് ഞാൻ കയറി പെൻഷൻ സെക്ഷൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സൂപ്പർ പോലീസ് ഓഫീസർ എന്നുള്ള ബഹുമാനമൊന്നും എനിക്ക് വേണ്ട, എൻ്റെ പെൻഷൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് അവിടെ ചെന്നത്. അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കാണിച്ച ബിഹേവിയർ എനിക്ക് ആകെ എൻ്റെ മനസ്സ് തകർന്നു. പക്ഷേ ഞാൻ പോയ സമയത്ത് ഉപ്പ്, എൻ്റെ ആ എണ്ണ ഇവിടെ തന്നത്, അതുപോലെ വിശ്വാസ പ്രമാണം, ഞാൻ അവിടുന്ന് അങ്ങേരുമായിട്ട് വഴക്കിടാതെ ഞാൻ ഇറങ്ങി. ശരി, ഓക്കെ സാർ എന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഒരു പോലീസുകാരനാണ് പെൻഷൻ പറ്റിയിരുന്നെങ്കിൽ അവൻ എത്ര വർഷം അവന് പെൻഷന് വേണ്ടി ഓടി നടക്കേണ്ടി വന്നത്. ഞാൻ ഏറ്റവും സീനിയർ ഓഫീസറായിട്ടാണ് എനിക്ക് ഈ അനുഭവം. ഞാൻ താഴെ ഇറങ്ങി അവിടുത്തെ പിയൂനോട് ചോദിച്ചു, IASകാർ മലയാളികൾ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, സാറേ ഒരു സൗത്ത് ഇന്ത്യൻ ഓഫീസറുണ്ട്, മലയാളിയാണോ കർണാടകക്കാരനാണോ എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അത് കറക്റ്റ് 2:45, 3 മണിയായപ്പോൾ ഞാൻ ആ സാറിൻ്റെ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ സാറ് പാസ് ചെയ്ത് പോവുകയാണ്, എനിക്കറിയത്തില്ല പുള്ളി ആയിരുന്നെന്ന്. ഞാൻ അവിടുത്തെ PA ഒരു ലേഡിയായിരുന്നു, അവരോട്ട് അവിടുത്തെ ഭാഷയിൽ ഞാൻ സംസാരിച്ചു. 3 മണി കഴിഞ്ഞ് സാറ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഞാൻ സാറിൻ്റെ ആ മുറിയുടെ ഫ്രണ്ടിൽ ഈ ഉപ്പ് ഞാൻ പ്രാർത്ഥിച്ചിട്ട്, അത് കഴിഞ്ഞ് എണ്ണ നെറ്റിയിൽ ഞാൻ കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എന്നെ ആ ലേഡി സാറിൻ്റെ മുറിയിലേക്ക് കൊണ്ടു ചെന്ന്. ഒരു 26 വയസ്സ് 27 വയസ്സുള്ള IASകാരനാണ്, പക്ഷെ മലയാളിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഞാൻ അവിടെ അവതരിപ്പിച്ചു. സാറേ, ഞാൻ ഇത്രയും നാളായി 1 രൂപ പോലും കിട്ടാതെ 36 കൊല്ലം എൻ്റെ ജീവിതം മൊത്തം ഈ സ്റ്റേറ്റിനു വേണ്ടി തീവ്രവാദികളുടെ ഇടയിൽ ജോലി ചെയ്തിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും 1 രൂപ പോലും ഇതുവരെയായിട്ടും കിട്ടാത്തതിൻ്റെ കാരണം എന്താണ്? ഉടനെ തന്നെ പുള്ളി ഫോൺ ചെയ്ത്
ആ 4 ഓഫീസർമാരെ എന്നോട് മിസ്ബിഹേവിയർ ചെയ്ത അവരെ 4 പേരെയും വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തു, കേരളത്തിൽ നിന്ന് എന്തുകൊണ്ട് അദ്ദേഹം ഇവിടെ വരേണ്ട വന്നു? അത് സാറേ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞ് ഓക്കെ. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളുടെ നേറ്റീവ് പ്ലേസ് എന്നാണ് IAS കാരൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് തിരുവനന്തപുരം AG ഓഫീസിൽ ഇട്ടാലേ എനിക്ക് എൻ്റെ പെൻഷൻ കിട്ടത്തുള്ളൂ, കാരണം കുണ്ട്ര ട്രഷറിയിലാണ് എനിക്ക് കിട്ടാൻ ഇത്. ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി എഴുതി വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ ഈ കാര്യം ചെയ്തു കൊടുക്കണം. അവരത് എന്നോട് എൻ്റെ അഡ്രസ്സ് മേടിച്ച് ഫോൺ നമ്പർ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഞാനൊരു മലയാളി ഇങ്ങനെ IAS ഓഫീസറാണെന്ന്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി. മാതാവ് അവിടെയും മലയാളി ഒരു ഓഫീസറെ കൊണ്ടാണ് നിയമിച്ചത് എനിക്ക് വേണ്ടി. 27 വയസ്സായ അദ്ദേഹത്തിൻ്റെ കാലെ തൊട്ട് വന്നിച്ചിട്ട് 36 കൊല്ലം സാർ എങ്ങനെ ഇവിടെ ജോലി ചെയ്തു ഈ തീവ്രവാദികളുടെ സ്ഥലത്ത്? ഞാൻ പറഞ്ഞു സാർ അതെല്ലാം ജീവിതത്തിലെ ഒരു ഇതാണ്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. വിത്തിൻ 7 ഡേയ്സ് പറഞ്ഞു. 7 ഡേയ്സിനുള്ളിൽ ഒരു കാര്യവും നടന്നില്ല. രണ്ടാമത് ഞാൻ അവിടെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അങ്ങേർക്ക് ട്രെയിനിങ് ആണ് മേഘാലയ ഷിലോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. ഞാൻ പിന്നെ മാതാവിനോട് എല്ലാ ചൊവ്വാഴ്ചയും വന്ന് പറഞ്ഞു, മാതാവ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണോ നീ ഗവനിക്കാത്തത്? ഞാൻ 4:30 എഴുന്നേറ്റ് ജപമാല ചൊല്ലും, ബൈബിള് വായിക്കും. ഉൽപ്പത്തി തൊട്ട് കംപ്ലീറ്റ് ബൈബിള് ഞാൻ വായിച്ച് തീർത്തവനാണ് ഞാൻ. യേശയ്യ, സങ്കീർത്തനം എല്ലാം ഓരോ ഞാൻ പഠിച്ച്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. 53 മണി ജപമാല അത് ഞാൻ ചൊല്ലി ഞാനും എൻ്റെ ഭാര്യയും 4:30 പ്രാർത്ഥിച്ച് ആ പുസ്തകത്തിലുള്ള എല്ലാം വായിച്ചു കഴിഞ്ഞ് പാവപ്പെട്ടവരുടെ വീട്ടിൽ എൻ്റെ 2-3 വീട്ടുകാരെ ഞാൻ ഇന്നും ആഹാരം കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര വലിയവനായിക്കോട്ടെ എല്ലാവരും മണ്ണിൻ്റെ അടിയിൽ പോകേണ്ടവരാണ്. 10 രൂപ കിട്ടിയാൽ 2 രൂപ അടുത്തുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കണം. എന്നാലേ നമുക്കും നമ്മുടെ മക്കൾക്കും ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ ഇറച്ചിയും മീനും സാമ്പാറും ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ അവൻ ചൂടുവെള്ളം കുടിക്കുമ്പോൾ അത് ശരിയാണോ? ഏത് ജാതിയായാലും മനുഷ്യനാണ്. കർത്താവ് നമ്മളെ അങ്ങനെയല്ല പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഇന്ന് വരെയും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു 3-4 വീട്ടുകാർക്ക് മരുന്നും അരിയും മറ്റു സാധനങ്ങളും എല്ലാം ഞാൻ കൊടുക്കാറുണ്ട്, വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ നിമിത്തമായിരിക്കണം ഞാൻ ഇന്ന് എനിക്ക് കോടികളൊന്നും എനിക്ക് വേണ്ട. ജീവിതത്തിൽ ആകെയുള്ള സമ്പത്ത് ആർക്കാണെന്നറിയാവോ? സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ കഞ്ഞിയും കുടിക്കാം, ചമ്മന്തിയും കുടിക്കാം. പക്ഷേ ഇറച്ചിയും മീനും ബിരിയാണിയും ഉണ്ടാക്കിയിട്ട് ആ വീട്ടിൽ തൊഴിയും ഇടിയും പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോട് കഴിക്കാൻ ഒക്കത്തില്ല. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, സമാധാനം, സന്തോഷം. പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം, പരദൂഷണം, ദുഷിപ്പ് നിങ്ങളാരും ചെയ്യരുത്. ആരെന്തു പറഞ്ഞാലും നിങ്ങൾ ഒന്നും കേട്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ നിങ്ങൾ ആരും ഒരു അക്ഷരം മിണ്ടരുത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, രണ്ടാമത് എൻ്റെ പെൻഷൻ്റെ കടലാസുകൾ ക്ലിയറായി. എനിക്ക് മാസം ഇപ്പം എൻ്റെ പെൻഷൻ കിട്ടി. ഞാൻ നിയോഗത്തിൽ വെക്കാത്ത 3 കാര്യം എനിക്ക് എൻ്റെ അമ്മ സാധിച്ചു തന്നു. കാര്യം എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഇവിടെ വരും. എൻ്റെ മോൾ ആർമിയിലെ ക്യാപ്റ്റനാണ്. ലെഫ്റ്റനൻ്റായിട്ട് പോസ്റ്റിങ് അത് ഉത്തരാഖണ്ഡിലായിരുന്നു. അത് കഴിഞ്ഞ് ക്യാപ്റ്റൻ പ്രൊമോഷൻ കിട്ടേണ്ട സമയമായപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് കിട്ടി. അപ്പോൾ അവൾ എന്നോട് വിളിച്ചു പറഞ്ഞു, പപ്പ എനിക്ക് ക്യാപ്റ്റൻ പോസ്റ്റിംഗ് കിട്ടിയില്ല, എന്തു പറ്റിയെന്നറിയില്ല, എൻ്റെ റെക്കോർഡ്സിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ മോളെ, ഞാൻ മാതാവിനിടയ്ക്ക് ചെന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് എൻ്റെ 15ാമത്തെ ദിവസം എൻ്റെ മോൾക്ക് ക്യാപ്റ്റനായിട്ട് പ്രൊമോഷൻ കിട്ടി. രണ്ടാമത് എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മയും എനിക്ക് പുതിയൊരു വീടും സ്ഥലവും എനിക്ക് 70 ലക്ഷം രൂപയ്ക്ക് മേടിക്കാനുള്ള ഒരു വഴി കാണിച്ചു തന്നു. അതിനും ഞാൻ എൻ്റെ അപ്പച്ചനും അമ്മയോടും നന്ദിയാണ്. പിന്നെ ഡയബറ്റീസ് രോഗം എന്ന് പറഞ്ഞാൽ, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഡയബറ്റീസ് വന്ന് ആദ്യം മൂത്രം പോകുന്ന ഒരു രോഗമായിട്ടാണ്
എനിക്ക് കാര്യം ഓഫീസിലിരുന്ന് കഴിഞ്ഞാൽ 10 മിനിറ്റ് 5 മിനിറ്റ് എനിക്ക് മൂത്രം ഒഴിക്കലാണ്. അപ്പോൾ എൻ്റെ മേഡം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ മോളാണ് ഞങ്ങളുടെ അഡീഷണൽ DGP മേഡം. അപ്പോൾ മേഡത്തിനോട് ഞാൻ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഞാൻ മേഡത്തിനോട് പറഞ്ഞു, മേഡം ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് അടുത്തൊരു ഹോസ്പിറ്റലിൽ ചെല്ലുക, ഡോക്ടർമാരെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് 620 എൻ്റെ ഡയബറ്റീസ്. ഡോക്ടർ എന്നോട് ചോദിച്ച്, നിങ്ങൾ ഈശ്വര വിശ്വാസിയാണോ? ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച പോലും ഇനി ജീവിക്കാൻ ഒക്കത്തില്ലായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇൻസുലിൻ ചെയ്തു, മരുന്നുകളെല്ലാം കഴിച്ചു. ഇൻസുലിൻ 40 വെച്ച് പകലും ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കണം. അതുപോലെ ആഹാരത്തിൻ്റെ ലിമിറ്റേഷൻ അവർ തന്നു. അപ്പോൾ മേഡം നല്ലൊരു മലയാളിയും നല്ലൊരു കുടുംബത്തിലെ ഒരു സ്ത്രീ ആയതുകൊണ്ട് മേഡം പറഞ്ഞ പ്രാവശ്യം 2 മണിക്കൂർ വന്ന് വർക്ക് ചെയ്താൽ മതി, ബാക്കി റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി മേഡം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന ശേഷം ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞു, അമ്മയെ എനിക്ക് ഈ ഇൻസുലിൻ മാറ്റി മരുന്ന് കഴിക്കാതെ എൻ്റെ ഈ രോഗം മാറ്റിത്തരണമെന്ന്. 650 കിടന്ന ഡയബറ്റീസ് എന്ന ഞാൻ ഇപ്പോൾ 110 നിരിക്കുകയാണ്. കാര്യം എനിക്ക് ഒരു ക്ഷീണവും ഇല്ല, ഒറ്റ ക്ഷീണവും ഇല്ല. ഞാനിപ്പം 40 ദിവസത്തെ വ്രതമാണ്. ഞാൻ ഈ 7-ാം തീയതി തൊട്ട് 40 ദിവസം ഒരു ദിവസം വെച്ച് ഞാൻ വ്രതമെടുത്തു. കാര്യം തമ്പുരാൻ 40 ദിവസം വ്രതമെടുത്ത ഒരു വ്യക്തിയാണ്. തമ്പുരാൻ മരുന്ന് ഒന്നും കഴിച്ചില്ല, വെള്ളം ഒന്നും കഴിച്ചില്ല. പക്ഷേ എനിക്ക് ഈ ഡയബറ്റീസിൻ്റെ ഇതുള്ളതുകൊണ്ട് ഒരു നേരം ഞാനിപ്പം ഈ 40 ദിവസത്തെ വ്രതം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി എനിക്ക് 2-3 നിയോഗങ്ങളുണ്ട്, അതെൻ്റെ അമ്മ തീർച്ചയായിട്ടും എനിക്ക് തരും. കാര്യം പിന്നെ ഒരു കാര്യം, എൻ്റെ സഹോദരന്മാരെ സഹോദരികളെ, നിങ്ങൾ TV വെക്കുകയാണെങ്കിൽ ഈ സീരിയൽ എന്ന ആ സംഭവം എടുത്ത് കളയുക. നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഒരു രംഗമാണ് സീരിയൽ. അവർക്ക് ഫൈനാൻസ് ഉണ്ടാക്കാനല്ലാതെ കുടുംബത്തിന് വേണ്ട ഒരു സന്ദേശങ്ങളും തരത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഷാലോം എന്നൊരു TV ഉണ്ട്, 507-ാമത്തെ ചാനലിലാണ്. ആ ചാനലിൽ വെക്കുക. കറക്റ്റ് 4 മണിക്ക് എൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ രാത്രി